പ്രിയമുള്ളവരെ നമസ്കാരം. MS വ്ളോഗേഴ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വയനാട്ടിലെ തനതായ ഔഷധ ഗുണമുള്ള നാടൻ കോഴികളാണ്. 5 മാസമായി വിരിഞ്ഞിട്ട് മുട്ടയിടാറായി തുടങ്ങുന്ന 6 മാസമാകുമ്പോഴത്തേനും മുട്ടയിടും. അഴിച്ചുവിട്ട് വളർത്തുന്നതാണ്. അഴിച്ചുവിട്ട് വളർത്തിയ കോഴികൾക്ക് അവയുടെ മുട്ടയ്ക്ക് ഔഷധ ഗുണമുള്ളൂ, കോഴിക്കും ഔഷധ ഗുണമുള്ളൂ. നല്ല ഷൈനിങ് ആയിരിക്കും, നല്ല ഭംഗിയുള്ള കോഴികളായിരിക്കും. ഈ അഴിച്ചുവിട്ട് വളർത്തുന്നത് എല്ലാ പോഷകാഹാരവും പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്നതുകൊണ്ട്, പിന്നെ ബാക്കി വേസ്റ്റായിട്ടുള്ള നമ്മുടെ വീട്ടിലെ ചോറ്, ബാക്കി വരുന്ന കറികൾ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൊടുത്ത് വളർത്താൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് കോഴിത്തീറ്റയൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള എന്ത് സാധനങ്ങളും പിന്നെ അഴിച്ചു വിടുന്നതുകൊണ്ട് തന്നെ പുല്ല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവശ്യത്തിന് കഴിക്കും. നല്ല ഭംഗിയുള്ള കോഴികളാണ്. നല്ല കാഴ്ചയ്ക്ക് നല്ല കൗതുകമുള്ള കോഴികൾ. എന്നാൽ ഇത് 1.5 കിലോയിൽ കൂടുതലാകില്ല. ഈ കോഴി എത്ര വലുതായാലും മെച്ചുറായാലും 1.5 കിലോ അതിൽ കൂടുതൽ ഈ കോഴിക്ക് തൂക്കം വരില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ചെറുതാണ് കോഴികൾ, അങ്ങനെ ഭംഗിയുണ്ട്. പൂവൻ കോഴികളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ എന്തും തിന്നും, നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ എന്തും തിന്നും. അതാണ് അതിൻ്റെ കോഴിയുടെ പ്രത്യേകത. നല്ല നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന, അഴിച്ചുവിട്ട് വൈകുന്നേരം വരെ അഴിച്ച് ഇങ്ങനെ വീട്ടിൽ തൊടിയിലെ ഭക്ഷണമെല്ലാം കഴിച്ച്, പിന്നെ നമ്മൾ അത്യാവശ്യം ഇവിടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കും. അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള കോഴികളാണ്. പ്രത്യേകിച്ച് പോഷകാഹാരമോ കോഴിത്തീറ്റകളോ കൊടുക്കേണ്ടതില്ല. നല്ല ഭംഗിയുള്ള കോഴികൾ. ചെറിയ മുട്ടയാണ്, വളരെ നേരിയ തോതിലുള്ള മുട്ടകളാണ്. വലിപ്പക്കുറവാണ്, പക്ഷേ ഗുണം കൂടുതൽ. ആയുർവേദ വൈദ്യന്മാരൊക്കെ ചികിത്സക്കായിട്ട് ഈ കോഴിമുട്ടയാണ് ഉപയോഗിക്കുന്നത്. ഈ കോഴിയുടെ മുട്ടകളാണ്, അല്ലാതെ നമ്മൾ വാങ്ങുന്ന കോഴികളോ മറ്റ് കോഴികളുടെ ഷോപ്പിൽ കിട്ടുന്ന കോഴികളുടേതല്ല. നല്ല ഒരു കാവി കളറായിരിക്കും ഈ കോഴിയുടെ മുട്ടകൾക്ക്. നല്ല ഒരു ടേസ്റ്റുമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന കോഴിമുട്ടയാണ്. ഇപ്പോൾ അതൊരു 10 എണ്ണമേ ഉള്ളൂ. വേറെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്, അത് വേറെ സ്ഥലത്താണ്. ഇതിപ്പം അഴിച്ചു വിട്ടതാണ്. അതിൽ ചെറുതായിരിക്കുമ്പോൾ അഴിച്ചു വിടാൻ പറ്റില്ല. കുറച്ച് ചെറിയ പക്ഷികളൊക്കെ വന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലം നമ്മൾ ഇങ്ങനെ സംരക്ഷിക്കും, കൂട്ടിൽ സംരക്ഷിക്കും. അത് കഴിഞ്ഞ ശേഷം പുറത്ത് വിടും. ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ള ഇതിപ്പോൾ എല്ലാം കൂകാൻ തുടങ്ങി, മുട്ടയിടാറായി. മുട്ട തീരെ ചെറിയ മുട്ടയല്ല, എന്നാലും ഒരുമാതിരി ഇത് വലിപ്പമുണ്ട്, എന്നാൽ ഓവർ വലുതുമല്ല. നല്ല ഇപ്പോൾ ചോറാണ് കഴിക്കുന്നത്. ചോറ്, കറികളുടെ ഭാഗം എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തും കഴിക്കും. നമുക്ക് വീട്ടിലൊരു വേസ്റ്റായിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് ഒഴിവാക്കാൻ ഈ കോഴികൾ ഉപകരിക്കും. എല്ലാ സാധനവും തിന്ന് തീർത്തോളും. അപ്പോൾ പ്രത്യേകിച്ചൊരു ചിലവില്ലാതെ നമുക്ക് ഈ തരം നാടൻ കോഴികളെ വളർത്താൻ കഴിയും. ഒരു പൈസ ചിലവ് ഇതിനില്ലേ ഇല്ല. നമ്മുടെ വീട്ടിലുള്ളത് എന്തോ, ഇതിപ്പോൾ ഒന്നും കൊടുത്തില്ലെങ്കിലും അവർ പുല്ലും മറ്റ് പ്രാണികളെയെല്ലാം കഴിച്ച് വയറ് നിറയ്ക്കുകയും, അത് കൃത്യമായിട്ട് ഒരു പോഷകാഹാരക്കുറവോ നമ്മൾ മറ്റ് ഹെൽത്ത് ടോണിക്കുകളോ അങ്ങനത്തെ ഒരു സാധനം കൊടുക്കുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും ഔഷധ ഗുണമുള്ള കോഴിമുട്ട ഉൽപ്പാദിപ്പിക്കുന്ന കോഴികൾ. ഇതിൻ്റെ ഇറച്ചിയും നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ബ്രോയിലർ കോഴി പോലെ ഇരിക്കില്ല, വെറും ഇറച്ചി ആയിരിക്കില്ല, എല്ലും ഇറച്ചിയും കൂടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഭയങ്കര ടേസ്റ്റാണ്. മറ്റ് വിഭവങ്ങളുടെ കൂടെ കപ്പ പുഴുങ്ങിയത്, പിടി, അങ്ങനത്തെ ഭക്ഷണങ്ങളുടെ കൂടെ ഉത്തമമായ കറിയാണ് ഈ നാടൻ കോഴിയുടെ കറി. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും കാണുന്നതിന് വേണ്ടി നമ്മൾ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പ്
മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.